ഹലോ, ഇന്നൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. തൃശ്ശൂർ സ്റ്റൈലിലുള്ള പരിപ്പ് കുത്തി കാച്ചിയതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ പീസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പീസ് പരിപ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് കിട്ടും. നമ്മൾ തൂവരപ്പരിപ്പല്ല എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പരിപ്പ് കുത്തി കാച്ചുമ്പോഴാണ് കേട്ടോ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തൂവരപ്പരിപ്പ് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി വേണം, വേപ്പില വേണം. ചുവന്നുള്ളി ഒരു 3-4 എണ്ണം നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് തക്കാളി, ഇതുപോലെയുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരുന്ന നാടൻ തക്കാളി അല്ലെങ്കിൽ സാമ്പാർ ടൊമാറ്റോ എന്നൊക്കെ പറയും. അതൊരു 2 മീഡിയം എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ആവുമ്പോൾ അതിനൊരു കുറച്ച് പുളിരസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് കുത്തി കാച്ചുന്ന പരിപ്പിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് പരിപ്പ് കറിക്ക്. അപ്പോൾ ഇങ്ങനത്തെ തക്കാളി തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇടാനായിട്ട് നോക്കാം. മറ്റേ തക്കാളി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഈ ഒരു തക്കാളി ഇടുമ്പോഴാണ്. ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പരിപ്പിന് ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊരു ലൂസിലായിട്ടുള്ള കറിയാണ്, അധികം തിക്കായിട്ടുള്ള കറിയല്ല. അപ്പം നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റീം എല്ലാം പോയിട്ട് വേണം നമ്മൾ തുറക്കാനായിട്ട്. കണ്ടില്ലേ, പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ട് വരുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞതാണ്, ഒരു 4-5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 3/4 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അത് മുളകൊന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഈസി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഒരു ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്